ഇന്ന് നമ്മൾ എക്സൈറ്റേഷൻ സിസ്റ്റത്തിൻ്റെ കൺട്രോൾ ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസാണ് പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് എക്സൈറ്റേഷൻ സിസ്റ്റം എന്താണെന്നും അതിൻ്റെ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്നും അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നും ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് കൺട്രോളിങ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ആക്ഷൻസ് ഒക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ കൺട്രോൾ ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ a modern excitation control system is much more than a simple voltage regulator. It includes a number of control, limiting and protective functions which assist in fulfilling the performance requirement. അപ്പോൾ സാധാരണ ഒരു വോൾട്ടേജ് റെഗുലേറ്ററിനെ പോലെയല്ല മോഡേൺ എക്സൈറ്റേഷൻ കൺട്രോൾ സിസ്റ്റത്തിനെന്ന് പറയുന്നത് അതിൻ്റെ ഒരുപാട് കൺട്രോളിങ്, ലിമിറ്റിംഗ്, പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ റിക്വയർമെൻറ്റ്സ്, അതിൻ്റെ പെർഫോമൻസ് റിക്വയർമെൻറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഒരുപാട് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു എക്സൈറ്റേഷൻ സിസ്റ്റത്തിൻ്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. അതായത് എല്ലാ സർക്യൂട്ട്സും ഉള്ളത് ഒരു എക്സൈറ്ററുണ്ട്, ദെൻ അവിടെ DC റെഗുലേറ്റർ, AC റെഗുലേറ്റർ, ഒരു എക്സൈറ്റേഷൻ സിസ്റ്റം സ്റ്റെബിലൈസിങ് യൂണിറ്റ് ഉണ്ട്, ഓവർ എക്സൈറ്റേഷൻ ലിമിറ്റർ, അണ്ടർ എക്സൈറ്റേഷൻ ലിമിറ്റർ, വോൾട്ടേജ് പെർ ഹെർട്സ് ലിമിറ്റർ ആൻഡ് പ്രൊട്ടക്ഷൻ, വോൾട്ടേജ് സെൻസിങ്, പവർ സിസ്റ്റം സ്റ്റെബിലൈസർ, വോൾട്ടേജ് സെൻസിങ് ആൻഡ് ലോഡ് കോമ്പൻസേഷൻ. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ എക്സൈറ്റേഷൻ, അതായത് കൺട്രോൾ ആൻഡ് പ്രൊട്ടക്റ്റീവ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം AC ആൻഡ് DC റെഗുലേറ്റർ. AC ആൻഡ് DC റെഗുലേറ്റർ നമ്മളുടെ എക്സൈറ്ററിൻ്റെ തൊട്ട് ലെഫ്റ്റിലായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ദ ബേസിക് ഫങ്ഷൻ ഓഫ് ദി AC regulator is to maintain the generator stator voltage. In addition, other auxiliary control and protection functions act through the AC regulator to control the generator field voltage. അപ്പം നമ്മുടെ AC റെഗുലേറ്ററിൻ്റെ ബേസിക് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറേറ്ററിൻ്റെ സ്റ്റേറ്റർ വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യുക. എന്നിട്ട് അതെന്താണ്? അതിൽ ഈ AC റെഗുലേറ്ററിലാണ് ബാക്കി ഓക്സിലറി കൺട്രോളിങ് ആക്ഷൻസ് ഒക്കെ വരുന്നത്. ഇത് നോക്കി, ഈ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും. AC റെഗുലേറ്ററിലോട്ടാണ് ഈ ബാക്കി എല്ലാ സർക്യൂട്ട്സിൽ നിന്നുള്ള കണക്ഷൻസ്, ഔട്ട്പുട്ടും എല്ലാ കണക്ഷൻസും പോകുന്നത് AC റെഗുലേറ്ററിലോട്ടാണ്. ഓക്കെ, അപ്പോൾ അതിന് ഒരു ഓക്സിലറി കൺട്രോൾ ആൻഡ് പ്രൊട്ടക്ഷൻ ഫങ്ഷനുണ്ട്. ഓക്കെ, then the DC regulator holds constant generator field voltage and is commonly referred to as manual control. അപ്പോൾ DC regulator എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ജനറേറ്റർ ഫീൽഡ് വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു മാനുവൽ കൺട്രോൾ എന്നാണ് അത് പറയുന്നത്. നമ്മൾ AC റെഗുലേറ്ററിലോട്ടാണ് ബാക്കി എല്ലാ കണക്ഷൻസും വരുന്നത്. DC റെഗുലേറ്റർ എന്ന് പറയുന്നത് ജസ്റ്റ് കോൺസ്റ്റൻറ്റ് ഫീൽഡ് വോൾട്ടേജ് കൊടുക്കും. അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് പ്രൈമർലി ഫോർ ടെസ്റ്റിംഗ് ആൻഡ് സ്റ്റാർട്ടപ്പ്. അപ്പോൾ ഇത് മെയിൻലി നമ്മൾ ടെസ്റ്റിങ്ങിനൊക്കെ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ AC റെഗുലേറ്ററിന് എന്തെങ്കിലും ഫോൾട്ട് സംഭവിക്കുമ്പോൾ, AC റെഗുലേറ്ററിന് പെർഫോം ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോഴാണ് നമ്മൾ DC റെഗുലേറ്റർ യൂസ് ചെയ്യുന്നത്. DC റെഗുലേറ്ററാണ് മാനുവൽ കൺട്രോൾ എന്ന് പറയുന്നത്. അതിന് ഒരു കോൺസ്റ്റൻറ്റ് ഫീൽഡ് വോൾട്ടേജ് ആയിരിക്കും, ജനറേറ്റർ ഫീൽഡ് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊരു മാനുവൽ സെറ്റ് പോയിൻ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് ഈ DC റെഗുലേറ്റർ പോകുന്നത്. ദെൻ അടുത്ത എലമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ എക്സൈറ്റേഷൻ സിസ്റ്റം സ്റ്റെബിലൈസിങ് സർക്യൂട്ടാണ്. എക്സൈറ്റേഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ അത് സിഗ്നിഫിക്കൻറ്റ് ടൈം ഡിലേസ് ഒക്കെ ഉണ്ട്. ഓക്കെ, this is particularly true for DC and AC types. Unless a very low steady state regulator gain is used, the excitation control is unstable when the generator is an open circuit. ജനറേറ്റർ ഓപ്പൺ സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ എക്സൈറ്റേഷൻ കൺട്രോൾ എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ ഈ എക്സൈറ്റേഷൻ സിസ്റ്റം സ്റ്റെബിലൈസിങ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിനെ സ്റ്റേബിളായിട്ട് കൊണ്ടുപോകുക, അതാണ് അതിൻ്റെ മെയിൻ ജോലി എന്ന് പറയുന്നത്. ഡിലേസും കാര്യങ്ങളും ഒന്നും വരാതെ എക്സൈറ്റേഷൻ സിസ്റ്റത്തിനെ സ്റ്റേബിളായിട്ട്, എക്സൈറ്റേഷൻ കൺട്രോളിനെ സ്റ്റേബിളായിട്ട് കൊണ്ടുപോകുക. Therefore, the excitation control system stabilization comprising either series or feedback compensation. അപ്പോൾ സീരീസ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് കോമ്പൻസേഷൻ കൊടുക്കാം. എന്തിനാണ്? is to improve the dynamic performance of control system. കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഡൈനാമിക് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റും. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോം ഓഫ് കോമ്പൻസേഷനാണ് ഡെറിവേറ്റീവ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഈ കോമ്പൻസേഷൻ കൊടുക്കുന്നത്? ദ എഫക്റ്റ് ഓഫ് കോമ്പൻസേഷൻ ഈസ് to minimize the phase shift introduced by the time delays. അതായത് ടൈം ഡിലേസ് കാരണം ഉണ്ടാകുന്ന ഫേസ് ഷിഫ്റ്റിനെ കോമ്പൻസേറ്റ് ചെയ്യാനാണ് ഈ കോമ്പൻസേഷൻ കൊടുക്കുന്നത്. അപ്പോൾ മെയിൻലി കോമൺലി യൂസ്ഡ് ഉള്ള കോമ്പൻസേഷൻ എന്താണ്? ഡെറിവേറ്റീവ് ഫീഡ്ബാക്ക്. നമുക്ക് സീരീസ് കോമ്പൻസേഷനുണ്ട്, ഫീഡ്ബാക്ക് കോമ്പൻസേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ മെയിൻലി യൂസ് ചെയ്യുന്നത് ഡെറിവേറ്റീവ് ഫീഡ്ബാക്കാണ്. ഇത് ഈ കോമ്പൻസേഷൻ നോക്കുക, ഇത് ഫീഡ്ബാക്കാണ്, ബട്ട് അവിടെ എന്താണ്? ഡെറിവേറ്റീവ് ആണ് എടുത്തിരിക്കുന്നത്. അതാണ് നമ്മൾ ലാപ്ലേസ് S കൊണ്ട് ഡിനോട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ആ താഴത്തെ കോമ്പൻസേഷൻ പാർട്ട് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് ഡെറിവേറ്റീവ് ആണ്. സോ ഡെറിവേറ്റീവ് ഫീഡ്ബാക്ക് എക്സൈറ്റേഷനാണ്
അവിടെ കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് എന്താണ്, പവർ സിസ്റ്റം സ്റ്റെബിലൈസർ യൂണിറ്റ് ആണ്. അപ്പം ഇറ്റ് യൂസസ് ഓക്സിലറി സ്റ്റെബിലൈസിങ് സിഗ്നൽസ് ടു കൺട്രോൾ ദ എക്സൈറ്റേഷൻ സിസ്റ്റം സോ ആസ് ടു ഇംപ്രൂവ് പവർ സിസ്റ്റം ഡൈനാമിക് പെർഫോമൻസ്. ഇതും സെയിം അതുപോലെ തന്നെ പവർ സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കണം. പവർ സിസ്റ്റത്തിൻ്റെ ഡൈനാമിക് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഓക്സിലറി സ്റ്റെബിലൈസിങ് സർക്യൂട്ട്സ് ഒക്കെ യൂസ് ചെയ്യും. അതാണ് പവർ സിസ്റ്റം സ്റ്റെബിലൈസർ. മോസ്റ്റ് കോമൺലി അതിൻ്റെ ഇൻപുട്ട് എന്തായിരിക്കും, ജനറേറ്റർ ഷാഫ്റ്റ്, അതായത് ഷാഫ്റ്റ് സ്പീഡ് അല്ലെങ്കിൽ ടെർമിനൽ ഫ്രീക്വൻസി പവർ, അതായത് ഈ ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നാണ് പവർ സിസ്റ്റം സ്റ്റെബിലൈസറിൻ്റെ ഇൻപുട്ടിലോട്ട് ഉള്ള വാല്യൂസ് എടുക്കുന്നത്. അപ്പോൾ അത് ഒന്നുകിൽ ഷാഫ്റ്റ് സ്പീഡ് ആകാം, അല്ലെങ്കിൽ ടെർമിനൽ ഫ്രീക്വൻസി ആകാം, പവർ ആകാം. ഓക്കെ, ദെൻ പവർ സിസ്റ്റം ഡൈനാമിക് പെർഫോമൻസ് ഈസ് ഇംപ്രൂവ്ഡ് ബൈ ദ ഡാമ്പിങ് ഓഫ് സിസ്റ്റം ഓസിലേഷൻസ്. സിസ്റ്റം ഓസിലേഷൻസ് ഡാമ്പ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പവർ സിസ്റ്റത്തിൻ്റെ ഡൈനാമിക് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്ന എന്താണ്, ലോഡ് കോമ്പൻസേഷൻ എന്ന് പറയും. ലോഡ് കോമ്പൻസേഷൻ എന്താണ്, ദ ഓട്ടോമാറ്റിക് വോൾട്ടേജ് റെഗുലേറ്റർ നോർമലി കൺട്രോൾസ് ദ ജനറേറ്റർ സ്റ്റേറ്റ് ടെർമിനൽ വോൾട്ടേജ്. അപ്പം ലോഡ് കോമ്പൻസേറ്റ് ചെയ്യുക, അതാണ് സംഭവം. ദ ഓട്ടോമാറ്റിക് വോൾട്ടേജ് റെഗുലേറ്റർ എന്താണ്, നോർമലി ജനറേറ്ററിൻ്റെ സ്റ്റേറ്റ് ടെർമിനൽ വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യും. സംടൈംസ് ലോഡ് കോമ്പൻസേഷൻ ഈസ് യൂസ്ഡ് ടു കൺട്രോൾ എ വോൾട്ടേജ് വിച്ച് ഈസ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ വോൾട്ടേജ് അറ്റ് ദ പോയിൻറ്റ് ഐദർ വിത്തിൻ ഓർ എക്സ്റ്റേണൽ ടു ദ ജനറേറ്റർ. അപ്പോൾ കോമ്പൻസേഷൻ എന്ത് സംഭവിക്കും, ഏത് വോൾട്ടേജ്, അതായത് എക്സ്റ്റേണൽ അല്ലെങ്കിൽ അതിനകത്ത് തന്നെയുള്ള വോൾട്ടേജിനെ ഏത് പോയിന്റിലായാലും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ലോഡ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇതാണ് നമ്മളൊരു ലോഡ് കോമ്പൻസേഷൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ഇവിടെ ജനറേറ്ററിൻ്റെ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, ദെൻ എക്സൈറ്റർ, വോൾട്ടേജ് റെഗുലേറ്റർ, ലോഡ് കോമ്പൻസേറ്റർ. ദെൻ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട, ജസ്റ്റ് എന്താണെന്നുള്ളത് പഠിച്ചാൽ മതി എല്ലാം. ഓക്കെ, അതായത് ഈ എന്താണ് കൺട്രോളിങ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് സർക്യൂട്ട്സ്, ആ സർക്യൂട്ട്സിൽ എന്തൊക്കെ എലമെൻറ്റ്സ് വരുന്നുണ്ട്, അതിൻ്റെയൊക്കെ ഫങ്ഷൻസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. ദെൻ അണ്ടർ എക്സൈറ്റേഷൻ സിസ്റ്റം, അണ്ടർ എക്സൈറ്റേഷൻ ലിമിറ്റർ. അതെന്താണെന്ന് വെച്ചാൽ ദ അണ്ടർ എക്സൈറ്റേഷൻ ലിമിറ്റർ ഈസ് ഇൻറ്റൻഡഡ് ടു പ്രിവെൻറ്റ് റിഡക്ഷൻ ഓഫ് ജനറേറ്റർ എക്സൈറ്റേഷൻ ടു എ ലെവൽ വേർ സ്മോൾ സിഗ്നൽസ്, അതായത് സ്മോൾ സിഗ്നലിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് വെച്ചാൽ എക്സൈറ്റേഷൻ ലെവൽ കുറഞ്ഞു പോകും. അത് ലിമിറ്റ് ചെയ്യുന്ന സംഭവമാണ് അണ്ടർ എക്സൈറ്റേഷൻ ലിമിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സ്റ്റെബിലിറ്റി ഓർ ദ സ്റ്റേറ്റ് കോർ എൻ റീജിയൻ ഹീറ്റിംഗ് ലിമിറ്റ് ഈസ് എക്സീഡഡ്, അതായത് നെഗറ്റീവ്ലി എക്സീഡ് ചെയ്യും. ദീസ് ലിമിറ്റർ ഈസ് ഓൾസോ റെഫേർഡ് ടു ബൈ അതർ നെയിംസ് സച്ച് എസ് അണ്ടർ എക്സൈറ്റേഷൻ, റിയാക്റ്റീവ് ആംബിയർ ലിമിറ്റഡ് ആൻഡ് മിനിമം എക്സൈറ്റേഷൻ. The control signal of under excitation limited is derived from the combination of either voltage and current or active and reactive power of the generator. The limits are determined by the signal exceeding a reference value. ഒരു റെഫറൻസ് വാല്യൂ വെച്ചിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ ലിമിറ്റ്സ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അടുത്ത ഇതെന്താണ്, ഓവർ എക്സൈറ്റേഷൻ ലിമിറ്റർ. ദ പർപ്പസ് ഓഫ് ഓവർ എക്സൈറ്റേഷൻ ലിമിറ്റർ ഈസ് ടു പ്രൊട്ടക്ട് ദ ജനറേറ്റർ ഫ്രം ഓവർ ഹീറ്റിംഗ് ഡ്യൂ ടു പ്രൊലോങ്ഡ് ഫീൽഡ് കറണ്ട്. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫീൽഡ് കറണ്ട് കാരണം ജനറേറ്റർ എന്ത് സംഭവിക്കും, ഹീറ്റ് സംഭവിക്കും. ആ ഓവർ ഹീറ്റിങ്ങിൽ നിന്നുള്ള പ്രൊട്ടക്റ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ഓവർ എക്സൈറ്റേഷൻ ലിമിറ്ററിൻ്റെ ഡ്യൂട്ടി. ആൻഡ് ദീസ് ലിമിറ്റർ ഈസ് ഓൾസോ കോമൺലി റെഫേർഡ് ടു ആസ് മാക്സിമം എക്സൈറ്റേഷൻ ലിമിറ്റർ എന്ന് പറയുന്നത്. ഓവർ എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂവിൽ പോകുമ്പോൾ അപ്പോഴാണ് ഫീൽഡ് കറണ്ട് കൂടുതലായിട്ട് ജനറേറ്റർ എന്നുള്ള ഓവർ ഹീറ്റിംഗ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് വേറൊരു പേര് പറയുന്നത് മാക്സിമം എക്സൈറ്റേഷൻ ലിമിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ the generator field winding is designed to operate continuously at a value corresponding to rated load condition. അപ്പോൾ ജനറേറ്റർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്, ഒരു റേറ്റഡ് ലോഡ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനാണ് നമ്മുടെ ജനറേറ്റർ ഫീൽഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് എക്സീഡ് ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് സംഭവിക്കണം, അതിനെ നമ്മൾ ലിമിറ്റ് ചെയ്യണം. അതിനാണ് ഈ ഓവർ എക്സൈറ്റേഷൻ ലിമിറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് നമുക്ക് എന്താണ്, വോൾട്ട്സ് പെർ ഹെർട്സ് ലിമിറ്റർ ആൻഡ് പ്രൊട്ടക്ഷൻ. These are used to protect the generator and step-up transformer from damage due to excessive magnetic flux resulting from the low frequency or over voltage. Over voltage അല്ലെങ്കിൽ low frequency കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ്. ആ മാഗ്നറ്റിക് ഫ്ലക്സിൽ നിന്ന്, എക്സസീവ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൽ നിന്നുണ്ടാകുന്ന ഡാമേജിൽ നിന്നും ട്രാൻസ്ഫോമറിനെയും ജനറേറ്ററിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വോൾട്ട്സ് പെർ ഹെർട്സ് ലിമിറ്റർ എന്ന് പറയുന്നത്. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് എക്സസീവ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഏതിൽ ഡാമേജ് ഉണ്ടാക്കും, ജനറേറ്റർ ആൻഡ് ട്രാൻസ്ഫോമർ. സോ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ,
And excessive magnetic flux, if sustained, can cause serious overheating and may result in damage to the unit transformer and generator. എക്സസീവ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് എക്സസ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് അവിടെ സസ്റ്റെയിൻ ചെയ്താൽ അവിടെ സീരിയസ് ഓവർ ഹീറ്റിംഗ് ഉണ്ടാവും. ഓവർ ഹീറ്റിംഗ് ഉണ്ടായിട്ട് ട്രാൻസ്ഫോമർ ആൻഡ് ജനറേറ്റർ പാർട്സൊക്കെ ഡാമേജ് ആയി പോകും. ഇനി അതിനകത്ത് തന്നെ എന്താണ്, ദ V/Hertz ലിമിറ്റർ കൺട്രോൾസ് ദ ഫീൽഡ് വോൾട്ടേജ് സോ ആസ് ടു ലിമിറ്റ് ദ ജനറേറ്റർ വോൾട്ടേജ് വെൻ ദ V/Hertz വാല്യൂ എക്സീഡ്സ് എ പ്രീസെറ്റ് വാല്യൂ. അപ്പോൾ അതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനും ഒരു പ്രീസെറ്റ് വാല്യൂ ഉണ്ട്. അപ്പോൾ ആ വാല്യൂ എക്സീഡ് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ഫീൽഡ് വോൾട്ടേജ് കൺട്രോൾ ചെയ്തിട്ടാണ് ഈ വോൾട്ട് ബൈ ഹെഡ്സ് നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നത്. And the V/Hertz protection trips the generator when it exceeds a preset value for a specified time. അപ്പോൾ സ്പെസിഫൈഡ് ടൈമിൽ അത് എന്താണ് ആ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രൊട്ടക്ടർ എന്തായാലും ജനറേറ്റർ ട്രിപ്പാവും. അങ്ങനെയാണ് അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. ദെൻ അടുത്ത് വരുന്നത് എന്താണ്? ഫീൽഡ് ഷോർട്ടിംഗ് സർക്യൂട്ട്. ഫീൽഡ് ഷോർട്ടിംഗ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അണ്ടർ കണ്ടീഷൻസ് ഓഫ് പോൾ സ്ലിപ്പിംഗ് ആൻഡ് സിസ്റ്റം ഷോർട്ട് സർക്യൂട്ട് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ ദ ജനറേറ്റർ ഫീൽഡ് വൈൻഡിങ് മേ ബി നെഗറ്റീവ്. അതായത് പോൾ സ്ലിപ്പിംഗ് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷൻസിലൊക്കെ ജനറേറ്റർ ഫീൽഡിലോട്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും? ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ നെഗറ്റീവ് കറണ്ടിനുള്ള പാത്ത് നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? വെരി ഹൈ വോൾട്ടേജ് മേ റിസൾട്ട് അക്രോസ് ദ ഫീൽഡ് സർക്യൂട്ട്. ആ ഫീൽഡ് സർക്യൂട്ടിന് അക്രോസ് ആയിട്ട് ഒരു ഹൈ വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യും. അതായത് ഇവിടെ ഓൾറെഡി നെഗറ്റീവ് കറണ്ട് ക്രിയേറ്റ് ആയി, നെഗറ്റീവ് കറണ്ട് അവിടെ തന്നെ നിൽക്കും. അതില്ലെങ്കിൽ അതിനൊരു പാത്ത് നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഓവറായിട്ട് വോൾട്ടേജ് ഉണ്ടാവും ആ ഫീൽഡ് സർക്യൂട്ടിന് അക്രോസ് ആയിട്ട്. ദെയർഫോർ സ്പെഷ്യൽ സർക്യൂട്ടറി ഈസ് യൂഷ്വലി പ്രൊവൈഡഡ് ടു ബൈപ്പാസ് ദ എക്സൈറ്റർ ടു അലോ നെഗറ്റീവ് ഫീൽഡ് കറണ്ട് ടു ഫ്ലോ. സ്പെഷ്യൽ സർക്യൂട്ട് നമ്മൾ ഈ എക്സൈറ്ററിൽ വെക്കും. എന്തിനാണ്? ഈ നെഗറ്റീവ് ഫീൽഡ് കറണ്ടിന് ഫ്ലോ ചെയ്യാൻ വേണ്ടി. ആൻഡ് ദീസ് ടേക്സ് ദ ഫോം ഓഫ് ഐദർ എ ഫീൽഡ് ഷോർട്ട് സർക്യൂട്ടിംഗ്, കോമൺലി റെഫർ ടു ക്രോ ബാർ എന്ന് പറയും അതിന്. അങ്ങനെ ഉള്ള എന്നുവെച്ചാൽ നമ്മൾ നെഗറ്റീവ് ഇതിന് കറണ്ടിന് വേണ്ടിയിട്ട് ഒരു പാത്ത് നമ്മൾ കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയും? ഒരു ക്രോ ബാർ എന്ന് പറയുന്നത്. ഷോർട്ട് ചെയ്ത് കൊടുക്കുന്നു. ഒരു ഫീൽഡ് സർക്യൂട്ടിനെ നമ്മൾ ഷോർട്ട് ചെയ്ത് കൊടുക്കുന്നു ആ കറണ്ടിന് പാസ് ചെയ്ത് പോകാൻ വേണ്ടി. ഓക്കെ, ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഹൈ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. അത് ഭയങ്കര പ്രൊട്ടക്ഷൻ, അത് ജനറേറ്റർ പ്രൊട്ടക്ഷനെയൊക്കെ ബാധിക്കും. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ കൺട്രോളിങ് ആൻഡ് പ്രൊട്ടക്ഷൻ സ്കീമിൽ വരുന്നത്, അതിൻ്റെ സർക്യൂട്ട്സും എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടതാണ് നമുക്ക് എക്സൈറ്റേഷൻ സിസ്റ്റം മോഡലിംഗ് ചെയ്യണം. എക്സൈറ്റേഷൻ സിസ്റ്റം മോഡലിങ്ങിൽ മെയിൻലി നമുക്ക് ഡീറ്റെയിൽ മോഡലിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഡീറ്റെയിൽ മോഡലിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചായിരുന്നു എന്താണ് നമ്മുടെ റിക്വയർമെൻറ്റ്സിൽ, അതായത് എലമെൻറ്റ്സ് എക്സൈറ്റേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സൈറ്റേഷൻ സിസ്റ്റം ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. DC എക്സൈറ്റേഷൻ, AC എക്സൈറ്റേഷനൊക്കെ പഠിച്ചായിരുന്നു. അപ്പോൾ അതിനകത്ത് തന്നെ DC നമ്മൾ എന്തൊക്കെ പഠിച്ചു? സെൽഫ് ആൻഡ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഉണ്ട്. AC എന്താണ്? റെക്ടിഫയേഴ്സ് ഉണ്ട്, കൺട്രോൾഡ് റെക്ടിഫയേഴ്സ് ആൻഡ് നോൺ കൺട്രോൾഡ് റെക്ടിഫയേഴ്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്? ഇലക്ട്രോണിക് ആംപ്ലിഫയേഴ്സ്, അങ്ങനെ ഫീഡ്ബാക്ക് സർക്യൂട്ട്, സിഗ്നൽ സെൻസിങ്, അതൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ ഈ എലമെൻറ്റ്സാണ്, എക്സൈറ്റേഷൻ കൺട്രോളിൽ വരുന്ന എലമെൻറ്റ്സാണ്. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ഇത് മോഡലിങ്ങിൽ പഠിക്കാൻ പോകണം. മോഡലിംഗ് എന്താണ്? അത് എല്ലാത്തിലും ഇപ്പം ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒരു മെയിൻ ഇക്വേഷൻ അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ എന്ന് ഈ ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആണ്. ഓക്കെ, REF എന്ന് പറയുന്നത് ഫീൽഡിലുള്ള റെസിസ്റ്റർ, ദെൻ ഇൻഡക്റ്റൻസ് ഉണ്ട്, ദെൻ ആർമേച്ചർ. ഫീൽഡ് റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും ഉണ്ട്, ആർമേച്ചർ. അതിൽ നിന്ന് നമുക്ക് ഈ ഫീൽഡ് വോൾട്ടേജ് എങ്ങനെ എഴുതാൻ പറ്റും? REF × IEF + dψ/dt. അത് ആ ഇൻഡക്റ്റൻസിലുള്ള വോൾട്ടേജാണ്. dψ/dt എന്നതിന് സൈ എന്താണ്? LEF IEF. അത് നമ്മൾ എഴുതുമ്പോൾ എന്തൊരു L × dIEF/dt അല്ല നമ്മൾ എഴുതുന്നത്. L × dI/dt ആണ് ഒരു ഇൻഡക്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ അവിടെ എഴുതിയത്. ഓക്കെ, ദെൻ പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് നമുക്കിവിടെ EX ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ KX × psi ആണ്. അപ്പോൾ ഈ ഇൻജക്റ്റൻസ് വഴി, അവിടുത്തെ ഇൻജക്റ്റൻസ് വഴിയാണ് നമുക്ക് എന്താണ് സെപ്പറേറ്റ്ലി എക്സൈറ്റേഷൻ കിട്ടുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇതുള്ളത്. പക്ഷേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇക്വേഷൻസ്, ഡെറിവേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടിലോട്ട് പോകും. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സെൽഫ് എക്സൈറ്റഡ്. അപ്പോൾ നമ്മളിപ്പോൾ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് പഠിച്ചു. ദെൻ അടുത്തത് വരുന്നത് സെൽഫ് എക്സൈറ്റഡ് DC എക്സൈറ്റർ ആണ്.
സെൽഫ് എക്സൈറ്റഡ് എന്ന് പറയുമ്പം എന്താണ് ഫീൽഡ് വൈൻഡിങ്, ആ വൈൻഡിങ് എന്ന് പറയുന്നത് ആർമേച്ചറിന് സീരീസ് ആയിട്ട് തന്നെ ആയിരിക്കും. എന്താണ് വി ആർ ആണ് നമ്മുടെ റെഗുലേറ്റഡ് ഇത് വി ആർ എന്ന് പറയുന്നത് ഇൻ സീരീസ് വിത്ത് ദ എക്സൈറ്റഡ് ഷണ്ട് ഫീൽഡ്. ദെയർഫോർ എന്താണ് ഇ ഇ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ വി ആർ പ്ലസ് ഇ എക്സ് ആയിരിക്കും. ആ എക്സൈറ്റഡ് പാർട്ടിൽ വരുന്ന ഇ എഫ് എന്ന് പറയുന്നത് വി ആർ പ്ലസ് ഇ എക്സ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എ സി. അപ്പോൾ ഇവിടെ നമ്മൾ ഡി സി എക്സൈറ്റഡിൻ്റെ കേസിലാണ് ഈ സെൽഫ് എക്സൈറ്റഡ് ആൻഡ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് പറഞ്ഞത്. നെക്സ്റ്റ് വരുന്നത് എ സി എക്സൈറ്റേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സിൻ്റെ കേസാണ്. എ സി എക്സൈറ്റേഴ്സ് എന്ന് പറയുന്നത് അതിനകത്തും റെക്ടിഫിക്കേഷൻ നമ്മൾ പറയുന്നുണ്ട്. ദെൻ ഇതെന്ന് പറയുന്നത് ഒരു എ സി എക്സൈറ്ററിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം, അതിനകത്ത് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ജനറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡി സി എക്സൈറ്ററിൻ്റെ സെയിം തന്നെയാണ്. ഇതിനകത്ത് എന്ത് വരും? However, in this case the load regulation due to armature reactant effect is accounted for distinctly and no load saturation curve is used to define the saturation function. അപ്പോൾ ഇതിൽ നിന്നും എ സി എക്സൈറ്റർ ആൻഡ് റെക്ടിഫയേഴ്സിന് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമുക്ക് നെക്സ്റ്റ് പാർട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആംപ്ലിഫിക്കേഷൻ പാർട്ടാണ്. ആംപ്ലിഫയർ മേ ബി മാഗ്നറ്റിക്, റൊട്ടേറ്റിംഗ് ഓർ ഇലക്ട്രോണിക് ടൈപ്പ് ആയിരിക്കും. മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രോണിക് ആംപ്ലിഫയർ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ എ ഗെയിൻ ആൻഡ് മേ ഓൾസോ ഇൻക്ലൂഡ് എ ടൈം കോൺസ്റ്റൻറ്റ് ആസ് ദേ മേ ബി റെപ്രസെൻറ്റഡ് ബൈ ബ്ലോക്ക് ഡയഗ്രാം. ഇനി ആംപ്ലിഫയേഴ്സ് എന്തിനാണ്? അതൊരു മാഗ്നറ്റിക് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ഇലക്ട്രോണിക് ടൈപ്പ് ആയിരിക്കും. പിന്നെ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. And the amplifier output is limited by saturation or power supply limitations, and this is represented by non-Wintups limits, and it is in figure 8.21. അപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ആംപ്ലിഫയർ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് വരുന്നത് എക്സൈറ്റേഷൻ സിസ്റ്റം സ്റ്റെബിലൈസിങ് സർക്യൂട്ട് എന്ന് പറയും. എക്സൈറ്റേഷൻ സിസ്റ്റം സ്റ്റെബിലൈസിങ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത് ഫിസിക്കലി എന്താണ് നമ്മുടെ സ്റ്റെബിലൈസിങ് പാർട്ട്, അത് നമ്മുടെ എക്സൈറ്റേഷൻ സിസ്റ്റത്തിൽ സ്റ്റെബിലൈസിങ് പാർട്ടുണ്ട്. ആ സ്റ്റെബിലൈസിങ് പാർട്ടിൻ്റെ മോഡലിംഗ് ആണ് ഇവിടെ വരുന്നത്. അവിടെ ഒരു സ്റ്റെബിലൈസിങ് ട്രാൻസ്ഫോമർ ഉണ്ട്, ഇതുപോലെ ആംപ്ലിഫയർ ഉണ്ട്, ദെൻ ഫീൽഡ് ആൻഡ് ആർമേച്ചർ ഉണ്ട്. അവിടെ സ്റ്റെബിലൈസിങ്ങിന് വേണ്ടി എന്താണ് ഒരു സ്റ്റെബിലൈസിങ് ആംപ്ലിഫയർ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ V1 V2 ഇക്വേഷൻസ് ഒക്കെ എഴുതി, അതായത് ആ ട്രാൻസ്ഫോമർ ഇക്വേഷൻസ് ഒക്കെ ജസ്റ്റ് എഴുതിയാൽ മതി. ദെൻ അടുത്ത വരുന്ന വിൻഡപ്പ് ആൻഡ് നോൺ വിൻഡപ്പ് ലിമിറ്റ്സ് എന്ന് പറയും. വിൻഡപ്സ് ആൻഡ് നോൺ വിൻഡപ്പ് ലിമിറ്റ്സ് അതെന്ന് പറയുന്നത് ഇൻ ദ മോഡലിംഗ് ഓഫ് എക്സൈറ്റേഷൻ സിസ്റ്റം ഇറ്റ് ഈസ് നെസസറി ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ വിൻഡപ്പ് ആൻഡ് നോൺ വിൻഡപ്പ് ലിമിറ്റ്സ്. സച്ച് ലിമിറ്റ്സ് ആർ എൻകൗണ്ടർഡ് വിത്ത് ഇൻറ്റഗ്രേറ്റഡ് ബ്ലോക്സ്, സിംഗിൾ ടൈം കോൺസ്റ്റൻറ്റ് ബ്ലോക്സ്, ലീഡ് ലാഗ് ബ്ലോക്സ്. അപ്പോൾ അതിലൊക്കെ വരുന്നതാണ് വിൻഡപ്പ് ആൻഡ് നോൺ വിൻഡപ്പ് ലിമിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ ഇതൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, ജസ്റ്റ് മോഡലിംഗ് എന്തൊക്കെ പാരാമീറ്റേഴ്സ് ഉണ്ട് അതൊക്കെ മാത്രം ജസ്റ്റ് നോക്കിയാൽ മതി. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ഗേറ്റിംഗ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. Gating circuits are used when it is required to give control to one of two input signals depending on the relative size with respect to each other. അപ്പോൾ ഗേറ്റിംഗ് എന്താണ്? ഗേറ്റിംഗ് നമ്മൾ ലോ വാല്യൂ ആൻഡ് ഹൈ വാല്യൂ ഗേറ്റിംഗ് ഉണ്ട്. സോ അത് നമ്മൾ രണ്ട് ഇൻപുട്സിൽ ഏതെങ്കിലും ഒന്നിനായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഫങ്ഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അതാണ് ഗേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ ടെർമിനൽ വോൾട്ടേജ് ട്രാൻസ്ഡ്യൂസർ ആൻഡ് ലോഡ് കോമ്പൻസേറ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ലോഡ് കോമ്പൻസേറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ് ഈ കാണിച്ചിരുന്നത്, ലോഡ് കോമ്പൻസേറ്റർ ആൻഡ് വോൾട്ടേജ് ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മോഡലിംഗ്, എക്സൈറ്റേഷൻ സിസ്റ്റത്തിൻ്റെ മോഡലിംഗ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് എലമെൻറ്റ്സ് നോക്കുക, ദെൻ അതിൻ്റെ ജസ്റ്റ് ഒരു ഇക്വേഷൻസും കാര്യങ്ങളും. ഡീറ്റെയിൽ ആയിട്ട് ഡെറിവേഷൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല, ബ്ലോക്ക് ഡയഗ്രാമും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല. ഓക്കെ, ഇത് ഇത്രയുമാണ് നമുക്കുള്ളത്. നെക്സ്റ്റ് നമുക്ക് ടർബൈൻ മോഡലിംഗ്, ഹൈഡ്രോളിക് ടർബൈൻ മോഡലിംഗ് ഒക്കെയാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കേണ്ടത്. ഓക്കെ.